ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും അടിപൊളിയായി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 15 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 50, തായ്വാൻ. തായ്വാനിൽ ഒരുപാട് ഡെസ്റ്റിനേഷനുകളാണ് നമുക്ക് കാണാനുള്ളത്. 2022 തായ്വാനിലേക്ക് 9 ലക്ഷത്തെ താഴെ ആളുകളാണ് ഈ രാജ്യത്തെ സന്ദർശിക്കാൻ മാത്രം ഒഴുകിയെത്തിയത്. 6,96,000-ലധികം കലാസൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഇവിടെയാണ് ഉള്ളത്. നമ്പർ 40, ഐസ്ലാൻഡ്. ആർട്ടിക് സമുദ്രത്തിനും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലുള്ള ഒരു നോർഡിക് ദ്വീപ് രാജ്യമാണ് ഐസ്ലാൻഡ്. ഇതിന്റെ മിക്ക ദ്വീപുകളിലും ധ്രുവ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ലോകത്തിലെ 18ാമത്തെ വലിയ ദ്വീപാണ് ഐസ്ലാൻഡ്. നിരവധി നദികളും വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട്. നമ്പർ 30, ജപ്പാൻ. കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. ഒരുപാട് സാംസ്കാരിക സ്വത്തുക്കളും ദേശീയ നിധികളും ഇവിടെ സംരക്ഷിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 22 സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനെ ഒരു സാംസ്കാരിക സൂപ്പർ പവറായി കണക്കാക്കുന്നു. നമ്പർ 12, ലാവോസ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏക കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ലാവോസിലുണ്ട്. അതിൽ ചരിത്ര പ്രാധാന്യമുള്ള ലുവാങ് പ്രബാങ്, വാറ്റ് ഹൌവിലെ പുരാതന ക്ഷേത്ര സമുച്ചയം, ജാസ് സമതലം എന്നിവ ഉൾപ്പെടുന്നു. നമ്പർ 11, തായ്ലാൻഡ്. മുമ്പ് 1939 വരെ സിയാം എന്നറിയപ്പെട്ടിരുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രധാന ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് തായ്ലാൻഡ്. തായ്ലാൻഡിന്റെ ദേശീയ മതമായ തേരവാദ ബുദ്ധമതം ആധുനിക തായ് സ്വത്വത്തിന്റെ കേന്ദ്രമാണ്. തായ് കലയുടെ ഉത്ഭവത്തെ ബുദ്ധമത കലകളും ഇന്ത്യൻ ഇതിഹാസങ്ങളിലെ രംഗങ്ങളും സ്വാധീനിച്ചു. നമ്പർ 10, മാൽദീവ്സ്. കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേഷ്യയിലെ ഒരു ദ്വീപ സമൂഹ രാജ്യമാണ് മാലിദ്വീപ്. അതിവേഗം വളരുന്ന ടൂറിസം വ്യവസായത്തിന് പിന്നിൽ 2ാമത്തെ വലിയ മേഖലയായി മാലിദ്വീപ് തുടരുന്നു. ഒരുപാട് കായിക ഇനങ്ങളും കലാസാംസ്കാരികവുമായ രാജ്യമാണ് ഇത്. നമ്പർ 9, സിംഗപ്പൂർ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സിംഗപ്പൂർ. നിരവധി ഹരിത വിനോദ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. വലിപ്പം കുറവാണെങ്കിലും സിംഗപ്പൂരിന് ഭാഷകളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യമുണ്ട്. 8000 കൃതികൾ ഉൾക്കൊള്ളുന്ന നാഷണൽ ഗാലറി മ്യൂസിയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 8, അർജന്റീന. തെക്കേ അമേരിക്കയുടെ തെക്കൻ പകുതിയിലുള്ള ഒരു രാജ്യമാണ് അർജന്റീന. വലിയ നഗര കേന്ദ്രങ്ങളിലെല്ലാം മ്യൂസിയങ്ങൾ, സിനിമാശാലകൾ, ഗാലറികൾ എന്നിവ ധാരാളമുണ്ട്. അർജന്റീന ശക്തമായ ശാസ്ത്രീയ സംഗീതവും നൃത്തരംഗങ്ങളും വികസിപ്പിച്ചെടുത്തു. സംഗീതജ്ഞരുടെ കളിത്തൊട്ടിലായാണ് ഈ രാജ്യം അറിയപ്പെടുന്നത്. നമ്പർ 7, ജോർദാൻ. പശ്ചിമേഷ്യയിലെ തെക്കൻ ലെവന്റ് മേഖലയിലെ ഒരു രാജ്യമാണ് ഇത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവിടെ കലാരംഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിയം ദി ജോർദാൻ മ്യൂസിയമാണ്. രാജ്യത്തെ വിലപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 6, ബഹാമാസ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ലുക്കായൻ ദ്വീപ സമൂഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ഇത്. ഫാമിലി ഐലൻഡുകൾ എന്നും അറിയപ്പെടുന്ന പുറം ദ്വീപുകളിൽ ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ സാധാരണയായി നമുക്ക് കാണിക്കാം. സാധാരണയായി വൈക്കോൽ എന്നും ഇതിനെ വിളിക്കുന്നു. നമ്പർ 5, ഗ്രീസ്. തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഇത്. ആയിരക്കണക്കിന് ദ്വീപുകളും 9 പരമ്പരാഗത ഭൂമിശാസ്ത്ര രേഖകളും ഉൾക്കൊള്ളുന്ന മെഡിറ്ററേനിയൻ കടൽ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഗ്രീസ്. പുരാതന ഗ്രീസിൽ ചിത്രകലയുടെ പരസ്പര ബന്ധിതമായ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്പർ 4, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പശ്ചിമേഷ്യയിലെ ഒരു രാജ്യമാണ് ഇത്. ഭക്ഷണങ്ങളുടെ കാര്യത്തിലും ടൂറിസത്തിന്റെ കാര്യത്തിലും എമിറേറ്റ്സ് വളരെ മുൻപിലാണ്. UAEയിലെ ഒരു ജനപ്രിയ കായിക വിനോദമാണ് ഫുട്ബോൾ. വളരെയധികം പ്രകൃതി മനോഹാരിതയും മ്യൂസിയങ്ങളും ഇവിടെയുണ്ട്. നമ്പർ 3, ഇറ്റലി. തെക്കൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഇറ്റലി. വികസിത സമ്പദ് വ്യവസ്ഥയുള്ള ഒരു വികസിത രാജ്യമാണ് ഇത്. ഏറ്റവും കൂടുതൽ ലോക പൈതൃക സ്ഥലങ്ങൾ ഉള്ളതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്നതുമായ 5ാമത്തെ രാജ്യവുമാണ് ഇറ്റലി. പാശ്ചാത്യ നാഗരികതയുടെ ഉറവിടമാണ് ഇവിടം. നമ്പർ 2, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ പ്രധാന ഭൂപ്രദേശം ടാസ്മാനിയ ദ്വീപ്, നിരവധി ചെറിയ ദ്വീപുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ മരുഭൂമികളും തീരപ്രദേശങ്ങളിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളും നൽകുന്നു. നമ്പർ 1, തുർക്കി. പശ്ചിമേഷ്യയിലെ അനറ്റോളിയയിൽ പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയിൽ തീരദേശ സമതലങ്ങളും ഉയർന്ന മധ്യ പീഠഭൂമിയും കിഴക്കോട്ട് ഉയരുന്ന വിവിധ പർവ്വത നിരകളുമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വളരെ മനോഹരമായ ഒരു രാജ്യമാണ് തുർക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.